മലപ്പുറം നിലമ്പൂരിൽ ഉൾവനങ്ങളിലെ ഉന്നതികളിലേക്ക് ഇനി മുതൽ സഞ്ചരിക്കുന്ന റേഷൻ കട. പോത്തുകല്ലിലെ കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി, വാണിയമ്പുഴ, ഇരുട്ടുകുത്തി എന്നീ വനാന്തർ ഭാഗത്തുള്ളവർക്ക് വീട്ടുമുറ്റത്ത് അരിയെത്തും. ഭക്ഷ്യമന്ത്രി GR അനിൽ ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പോത്തുകല്ല് പഞ്ചായത്തിലെ കുമ്പളപ്പാറ ഉൾപ്പെടെയുള്ള ഉന്നതികളിൽ താമസിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് ഇവിടെ റേഷൻ വാങ്ങാൻ എത്തിച്ചേരണമെങ്കിൽ 4 മുതൽ 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റേഷൻ കടയിലെത്തുവാൻ, അതുകൊണ്ട് തന്നെ നിരവധി പ്രയാസങ്ങൾ, ഓരോ മാസത്തെയും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകാനുള്ള അസൗകര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഭക്ഷ്യവകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി കൃത്യതയോടുകൂടി ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത്. കേരളത്തിൽ 148 ഉന്നതികളിൽ ഇതുപോലെ സഞ്ചരിക്കുന്ന റേഷൻ കട ഓരോ മാസവും അതത് പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കുകയാണ്. അധ്യക്ഷൻ ആര്യാടൻ ഷൗക്കത്ത് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഹിമ K IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ T അജിത് കുമാർ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഒറ്റപ്പെട്ടതും യാത്രാ സൗകര്യങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ആ ഉത്തരവാദിത്തമാണ് സർക്കാർ വീഴ്ചയില്ലാതെ നിറവേറ്റുന്നത്. വയനാടിന്റെ മലനിരകളുടെ താഴ്വാരത്ത് താമസിക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങളിലെ പാവം മനുഷ്യർക്ക് പദ്ധതി വലിയ അനുഗ്രഹമാകും. ഉന്നതികളിലേക്ക് നാളെ മുതൽ റേഷൻ സാധനങ്ങളുമായി സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ എത്തും. ഇതോടെ വനമേഖലയിലൂടെ കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിക്കേണ്ട ഗതികേടിന് അവസാനമാകും. ജില്ലാ സപ്ലൈ ഓഫീസർ ബീന AS സ്വാഗതവും നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ VP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു, പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് തുടങ്ങി ജനപ്രതിനിധികൾ, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, മലപ്പുറം.